വളരെ പോസിറ്റീവായിട്ടാണ് ഈ കൂടിക്കാഴ്ചയിൽ ജെ.പി. നദ്ദ പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനമായി കേരള സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉന്നയിച്ച വിഷയം ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ പദ്ധതി എന്ന് പറയുന്നത് അതിലുള്ള നോംസ് പ്രകാരം പറയുന്നത് വിമൺ ഇൻ വോളണ്ടിയർ എന്ന രീതിയിലാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കാര്യം അത് ആശമാരെ അറിയിക്കണമെന്നാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് മന്ത്രി ജെ.പി. നദ്ദ വീണ ജോർജിനോട് പറഞ്ഞത് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം രാജ്യത്ത് മുഴുവനുള്ള, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള വിഷയം അത് പാർലമെൻറ്റിൻ്റെ പരിഗണനയിലാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ആ പരിഗണന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു വരികയാണ്. എല്ലാ സംസ്ഥാനത്തെ ആളുകളുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള പരിഗണനയും പരിശോധനകളും നടന്നു വരികയാണ്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിന് വളരെ പോസിറ്റീവായിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സംസാരിച്ചത് എന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വെക്കുന്നത്. വിവിധ വിഷയങ്ങൾ, എയിംസ് അടക്കമുള്ള വിവിധ വിഷയങ്ങളും ചർച്ചയായി. ഇതിന്റെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സ്വാതി, ആശമാരുടെ പ്രശ്നങ്ങളടക്കം എയിംസ് അടക്കം വിവിധ വിഷയങ്ങൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു എന്ന് വീണ ജോർജ് പറഞ്ഞു വെക്കുന്നു. ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മന്ത്രി വ്യക്തമാക്കിയത് എന്തൊക്കെ? വിനിഷ, പ്രധാനമായും ആശാ വർക്കർമാരുടെ വിഷയം സംബന്ധിച്ച് തന്നെയാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ പ്രധാനമായും ഉന്നയിച്ചത് ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ്. നിരന്തരമായി അത് സംസ്ഥാനം ആവശ്യപ്പെടുന്നതാണ്. ആ ആവശ്യം തന്നെയാണ് പ്രധാനമായും ചർച്ചയിൽ ഉന്നയിച്ചത്. ഈ ആശമാരുടെ എല്ലാ കാര്യങ്ങളിലും, അതായത് പ്രത്യേകിച്ചും ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ മാറ്റം ഇതിൽ വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇവരെ ഇപ്പോൾ വോളണ്ടിയറായാണ് കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള സ്ഥിരം ജീവനക്കാരായി നിയമിക്കണമെന്ന ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ചർച്ചയിൽ ഒരു പോസിറ്റീവായ ഒരു സമീപനം ഉണ്ടായി എന്ന് തന്നെയാണ് മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം വിശദമായി കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി അതിനോടൊക്കെ പോസിറ്റീവായ ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. എല്ലാം കേട്ടിട്ടുണ്ട്. വളരെ വിശദമായ സമയമെടുത്ത ചർച്ച തന്നെയായിരുന്നു. ആശാ വർക്കർമാരുടെ വിഷയം കേന്ദ്ര സർക്കാർ പരിഹരിക്കും എന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ ഈ ഒരു വിഷയത്തെ കണ്ടതായാണ് മന്ത്രി പ്രതികരണം നടത്തിയിട്ടുള്ളത്. കേരളമടക്കം ആശാവർക്കർമാരുടെ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കൂടി അവർ കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാലങ്ങളിലും അനുഭവമായ നിലപാട് ആശാ വർക്കർമാരോട് കാണിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേന്ദ്രം. അത്തരത്തിൽ 60-40 എന്ന തരത്തിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് അതോടൊപ്പം തന്നെ 40% എന്ന തരത്തിൽ സ്വാഭാവികമായും ഒരു വർധന സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളും അതോടൊപ്പം എയിംസ് അടക്കമുള്ള പദ്ധതി, വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജ് വിഷയങ്ങളിലുള്ള മെഡിക്കൽ കോളേജ് ആവശ്യം, ഇതെല്ലാം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, IUNDC നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ വിശദാംശങ്ങളെല്ലാം കൂടി അറിഞ്ഞ പശ്ചാത്തലത്തിൽ IUNDCയുമായി ഒരു ചർച്ചയ്ക്ക് ഉടൻ തയ്യാറാകും. മാത്രമല്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതിന്റെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അടക്കം ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ചർച്ചയിലേക്ക് 2 ദിവസത്തിനുള്ളിൽ കടക്കും എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിനിഷ. ശരി, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി വീണ ജോർജ് നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചു വന്നത്.